ഒരു മീനും കൊത്തുന്നില്ലല്ലോ. എങ്ങനെ കുത്തും? ചൂണ്ടയിലെ ഫുഡ് കാണാൻ രാത്രി വെള്ളത്തിനടിയിൽ ലൈറ്റ് ഇല്ലല്ലോ. എന്റെ പൊന്നു, ഇപ്പോഴെങ്കിലും ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റി വെക്കോ. പകല, രാത്രിയൊന്നും അല്ല. ഓ സോറി. അല്ല, ഇനിയിപ്പം മീൻ വല്ലതും കൊത്തണമെങ്കിൽ നിന്നെ പോലുള്ള വല്ല മീനും ആയിരിക്കണം. അതെന്താ? മണിക്കൂർ 2 ബുദ്ധിയുള്ള ഒരു മീനും ഇനി ഒന്ന് കൊത്തുന്ന എനിക്ക് തോന്നുന്നില്ല. നീ നോക്കിക്കോ, ഇപ്പൊ വരും. ആര് ഒരു മുട്ട മീൻ വരും. വരും വരും. വിഴിഞ്ഞത്ത് കപ്പൽ വരും. കപ്പൽ വന്നാ മീനും വരും. കപ്പൽ വന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് പുരോഗതി വരും. അതെങ്ങനെ വരും? വിഴിഞ്ഞത്തെ പുരോഗതിയുടെ കപ്പലാ വരാൻ പോകുന്നത്. ഇപ്പൊ പുരോഗതിക്ക് കപ്പലൊക്കെ ഉണ്ടാ? എന്റെ പൊന്നു, നമ്മുടെ സംസ്ഥാന സർക്കാർ 7000 കോടി രൂപ മുടക്കി ചെയ്യുന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നമ്മുടെ കേരളത്തിന് വലിയ പുരോഗതി വരുന്ന ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ. അതിനെന്നെ പറയാൻ സമ്മതിക്കണ്ടേ. വർഷം 30 ലക്ഷം കണ്ടെയ്നർ കുറഞ്ഞ കൈകാര്യ ശേഷിയുള്ള വിഴിഞ്ഞം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, MSC മിയ, MSC മർജർ തുടങ്ങി പല പ്രമുഖ ജെറ്റ് സർവീസ് കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. ട്രയൽ റൺ തുടങ്ങി 10 മാസവും കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി 6 മാസവും പിന്നിട്ട പദ്ധതി ഇപ്പോൾ പല കാര്യങ്ങളിലും മികവിൽ 1ാം സ്ഥാനത്താണ്. 200 കപ്പലുകളാണ് ഇതിനാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. കൈകാര്യം ചെയ്യാനുള്ള കണ്ടെയ്നറിന്റെ എണ്ണം 5 ലക്ഷവും കടന്നു കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോവാം. എന്തിന്? എല്ലാരും വള്ളത്തിൽ പോയി മീൻ പിടിക്കുമ്പോ നമുക്ക് കപ്പലിൽ പോയി മീൻ പിടിക്കാം. അതാകുമ്പോ ഫോറിൻ ഫിഷും കിട്ടും. എന്റെ പൊന്നു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ കണ്ണുകളും വിഴിഞ്ഞത്തേക്കെന്നാ ഞാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പിടിക്കുന്ന കുറച്ച് മീനിന്റെ കണ്ണുകൾ നമുക്കും കൊടുത്തയക്കാം. എന്തിന്? വിഴിഞ്ഞത്തേക്ക്. നീയല്ലേ പറഞ്ഞ എല്ലാ കണ്ണുകളും വിഴിഞ്ഞത്തേക്കാണെന്ന്. എന്റെ പൊന്നു.